ഹലോ, ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്നത്തെ റെസിപ്പി കിടിലൻ ഒരു മീൻകറിയാണ് കേട്ടോ. അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്ന് അയലമീൻ വെച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ അരപ്പാണ് ഉണ്ടാക്കുന്നത്. അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുന്നുണ്ട്. 1.5 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഇന്നിവിടെ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുളക് പൊടി ഞാനിന്ന് കറിയിൽ ഉപയോഗിക്കുന്നില്ല. വറ്റൽമുളക് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റോളം സോക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ട് വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുരു ഒന്നും ഇല്ലാതെ വേണം പുളി അരച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മിക്സിക്ക് പണി കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉലുവ പൊട്ടിക്കാം. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂണോളം കുറച്ച് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. കറിയെല്ലാം തിളച്ച് വരുന്ന സമയത്ത് ഒരു തക്കാളിയുടെ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇളം തീയിൽ വേണം ഇത് വേവിക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചാറൊക്കെ കുറുകി നല്ല കളറാണ് കറി കാണാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീൻ കറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്കുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ഇനി ചേർക്കുന്നില്ല. ഇതാ കറി അടിപൊളിയാണ് കറി കാണാനായിട്ട്, കഴിക്കാനും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം കാണാം.